നമസ്കാരം. ഫുട്ബോൾ പിറ്റിന്റെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, ബാർസലോണ 3 പ്രീ സീസൺ ഫ്രണ്ട്ലി മാച്ചുകൾ കളിച്ചല്ലേ. ഒരു മാച്ച് ജാപ്പനീസ് ക്ലബിന് അഗേൻസ്റ്റും വിസൽ കോപ്പിന് അഗേൻസ്റ്റും, 2 മാച്ച് ഡോഗും സൂൾ എന്ന് പറയുന്ന 2 സൗത്ത് കൊറിയൻ ടീമുകൾക്ക് അഗേൻസ്റ്റും. സോ 3 മാച്ചുകളിൽ നമ്മൾ 15 ഗോൾസ് സ്കോർ ചെയ്യുകയുണ്ട്. പക്ഷെ നമ്മൾ ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുമുണ്ട്. 2 മാച്ചുകളിൽ നിന്നും 5 ഗോളുകളോളം നമ്മൾ കൺസീഡ് ചെയ്തിട്ടുമുണ്ട്. സോ ഡെഫിനറ്റ്ലി എടുത്തു പറയേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഫുള്ളി പോസിറ്റീവ് ആണോ ഈ ഒരു എന്താ പറയാ പ്രീ സീസൺ ഫ്രണ്ട്ലി? ബാർസലോണയുടെ വീക്ക്നെസ്സുകൾ ഒന്നുമില്ല, നമ്മൾ കഴിഞ്ഞ സീസണിൽ സ്ട്രോങ്ങർ ആയി, അതായി ഇതായി അങ്ങനെ വന്ന് തള്ളാനായിട്ടൊന്നും പോകുന്നില്ല. പക്ഷെ നമുക്കറിയാം, ഇതൊരു പ്രീ സീസൺ ഫ്രണ്ട്ലി ടൂറാണ്. സോ അല്ലാതെ ഒരു വലിയ ലീഗ മാച്ചോ ചാമ്പ്യൻസ് ലീഗ് മാച്ചോ അല്ല, ഈവൻ പ്രീ സീസൺ ആണെങ്കിൽ പോലും നമ്മൾ കളിച്ച ഏഷ്യയിലുള്ള താരതമ്യേന ബാർസയുടെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വീക്കറായിട്ട് നിൽക്കുന്ന സൈഡുകൾസ് ഒക്കെ അഗേൻസ്റ്റ് ആണ്. സോ പക്ഷേ ഈ പ്രീ സീസൺ ഫ്രണ്ടിൽ പോസിറ്റീവ്സ് കുറച്ചുകൊണ്ട് എടുക്കാനായിട്ട്, അതുപോലെ തന്നെ നെഗറ്റീവ്സും കുറച്ചുണ്ട്. സോ നെഗറ്റീവ്സ് തന്നെ ഫസ്റ്റ് തന്നെ പറഞ്ഞു തുടങ്ങാം. 3 മാച്ചുകളിലും നമ്മുടെ ഡിഫൻസീവ് പെർഫോമൻസുകളിൽ കുറച്ച് വറിയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. വീണ്ടും നമ്മൾ ഹൈലൈൻ കളിക്കുന്ന കാര്യവും എസ്പെഷ്യലി നമ്മൾ കണ്ടതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് സീസണിൽ കണ്ട പോലെ തന്നെ കുറച്ച് അഗ്രസീവ് ഹൈലൈൻ നമ്മൾ കളിക്കുന്നുണ്ട്. ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഇപ്പോഴും റണ്ണേഴ്സിനെ മാർക്ക് ചെയ്യുന്ന, എസ്പെഷ്യലി ബ്ലൈൻഡ് സൈഡ് റണ്ണുകൾ മാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ മിഡ്ഫീൽഡേഴ്സും അതുപോലെ ഡിഫൻഡേഴ്സും പലപ്പോഴും വീഴാറുണ്ട്. അത് ഈ പ്രീ സീസണിൽ നമ്മൾ കാണുകയുണ്ടായി. സോ അവിടേക്ക് ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതുണ്ട്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ സ്റ്റൈൽ ഓഫ് പ്ലേ, നമ്മൾ ഇത്ര അട്രാക്റ്റീവ് സ്റ്റൈൽ ഓഫ് പ്ലേ കളിക്കുമ്പോഴേക്കും, ഒരു റിസ്ക് എടുക്കുമ്പോഴേക്കും എന്തായാലും നെഗറ്റീവ് കാര്യങ്ങൾ കാണുമല്ലോ. നമ്മൾ റിസ്ക് എന്ന് പറയുന്നത് അതിനാണല്ലോ. സോ നമ്മൾ ഇത്ര റിസ്കി സ്റ്റൈൽ ഓഫ് അറ്റാക്കിംഗ് ഗെയിം കളിക്കുന്നതിന്റെ, ബാർസലോണ വൺ ഓഫ് ദ മോസ്റ്റ് എന്റർടൈനിങ് ടീം ഇൻ വേൾഡ് ഫുട്ബോൾ റൈറ്റ് ആവുന്നതിന്റെ വൺ ഓഫ് ദ റീസൺ നമ്മൾ ഇത്ര റിസ്ക് എടുക്കുന്നതുകൊണ്ടാണ്. സോ റിസ്ക് എടുക്കുമ്പോഴേക്കും അപ്പുറത്ത് കുറച്ച് പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടല്ലോ. കോൺസിനെ ഔട്ട് വേ ചെയ്തു ലാസ്റ്റ് സീസൺ. അതുകൊണ്ട് നമ്മൾ പല കപ്പുകൾ അടിച്ചു. സോ ഈ സീസൺ എങ്ങനെയാവും നമുക്ക് നോക്കാം. പ്രോസ് ആണോ കോൺസ് ആയിരിക്കും ഔട്ട് വേ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. സോ നമുക്ക് നേരെ ടീമുകളോട്ട് നോക്കാനായിട്ടാണെങ്കിൽ ഈ പ്രീ സീസൺ ഫ്രണ്ടിൽ പോസിറ്റീവായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ സെന്റർ ബാക്കിൽ നമുക്ക് വീക്ക്നെസ്സുകളുണ്ട്. എസ്പെഷ്യലി ഷോർട്ടേജ് ആണ്. നമ്മുടെ ഇനിഗോ മാർട്ടിനസ്, റൊണാൾഡോ അറോഹോ, ക്രിസ്ത്യൻസൺ, ഇവര് 3 പേരും ഇപ്പം റീസെന്റ് റെക്കോർഡുകൾ നോക്കുവാണെങ്കിൽ കുറച്ച് ഇഞ്ചുറി പ്രോൺ ആണ്. ഇനിഗോ മാർട്ടിനസ് സീസൺ എൻഡ് ചെയ്ത രീതി, പിന്നെ പ്രീ സീസണിലാണെങ്കിലും ഇനിഗോ മാർട്ടിനസിനെ അധികം യൂസ് ചെയ്തില്ല. വൺ ഓഫ് ദ റീസൺ പറയുന്ന ആള് ഫുള്ളി ഫിറ്റ് അല്ല, ചെറിയൊരു നോക്കി ക്യാരി ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ലാസ്റ്റ് മാച്ച് നമ്മൾ കണ്ടാണ് ക്രിസ്ത്യൻസൺ റീസെന്റ് ആളുടെ ഇഞ്ചുറി റെക്കോർഡ് സൂപ്പർബും അല്ല. അതുപോലെ തന്നെ അറോഹോന്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിലും സിമിലർ തന്നെയാണ്. ആൻഡ് കുബാർസിയുടെ കാര്യത്തിൽ ലാസ്റ്റ് മാച്ചിൽ ആളൊരു ഇഞ്ചുറി പറ്റി പോകുന്നത് നമ്മൾ കണ്ടു. ഫ്ലിക്കിന്റെ റിയാക്ഷൻ ഒക്കെ കണ്ടാണ്. പക്ഷെ എന്നാലും ഓക്കെയാണ്. ജോൺ ഗാംബർ ട്രോഫി കാണത്തില്ല, ചെറിയൊരു നോക്കാണ്. ആള് ലലീഗ ഫസ്റ്റ് മാച്ചിൽ മയോർക്കൊക്കെ അഗേൻസ്റ്റ് കാണുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ അവിടെ അധികം വറിയിങ് അല്ല കുബാർസിയുടെ ഇഞ്ചുറി എന്നാണ് കേൾക്കുന്നത്. പക്ഷെ നമ്മൾ അവിടെ കുറച്ച് ഷോർട്ടാണ്. ഓക്കെ, എറിക് ഗാർഷ്യ ഒരു CB ആയിട്ടല്ല ഈ സീസൺ കാണുന്നത്. മോറസ് റൈറ്റ് ബാക്ക് ഓർ DMF, മോറസ് റൈറ്റ് ബാക്ക് ബാക്കപ്പ് എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹെക്ടർ ഫോർട്ടിനെ സെല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ലോണിന് വിടാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബൈബാക്ക് ക്ലോസ് വിട്ട് വിടാനായിട്ട് ഉദ്ദേശിക്കുന്ന റിപ്പോർട്ടുകൾ വരും. ഹെക്ടർ ഫോർട്ടിന്റെ ലാസ്റ്റ് കളിയിലൊക്കെ 2-3 മിനിറ്റ് കിട്ടിയുള്ളൂ. സോ പുള്ളി സീസണിൽ ഫ്ലിക്കിന്റെ പ്ലാനിലുണ്ടെന്ന് തോന്നുന്നില്ല. സോ എറിക് ഗാർഷ്യയാണ് ജൂൾസ് കുണ്ടയുടെ ബാക്കപ്പ് റൈറ്റ് ബാക്ക് എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്ന ഒരു കാര്യം. ഇതിനെല്ലാം ഇടയിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജെറാർഡ് മാർട്ടിനെ ലെഫ്റ്റ് സൈഡ് സെന്റർ ബാക്ക് ആയിട്ട് 2 മാച്ചുകൾ ഹാൻസി ഫ്ലിക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ആൻഡ് ഹി ഡിഡ് വെൽ. ജെറാർഡ് മാർട്ടിന്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താ? പുള്ളി ഏരിയലി സ്ട്രോങ് ആണ്. അത് നമ്മൾ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കുമ്പോൾ കണ്ടിട്ടുള്ളത്. ആൻഡ് 1-on-1 ഹീസ് ഗുഡ്. 1-on-1 ഡിഫെൻഡിങ് പുള്ളി കൊള്ളാം. ഓക്കെ, പിന്നെ പുള്ളിയുടെ പാസിംഗ് റേഞ്ച് മോശമല്ല. ഈവൻ അണ്ടർ പ്രഷർ പുള്ളിയുടെ പാസിംഗ് റേഞ്ചുകൾ മോശമല്ല. പുള്ളി സ്പേസസിലോട്ട് പാസ് ചെയ്യുക, എസ്പെഷ്യലി ലൈൻ ബ്രേക്കിംഗ് പാസുകൾ കൊടുക്കുന്ന കാര്യത്തിൽ ഹീസ് ഗുഡ്. ഈവൻ ആസ് എ ലെഫ്റ്റ് ബാക്ക് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പുള്ളിയുടെ ഗ്രൗണ്ട് ബോളുകൾ, ഗ്രൗണ്ടിലൂടെയുള്ള ക്രോസുകളും, ഈവൻ ചില സിറ്റുവേഷൻസിൽ പുള്ളി ബാക്കിൽ നിന്ന് ഇടുന്ന ചില ത്രൂ ബോൾസ് ഉണ്ട്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡെലിവറീസ്, 2 സൂപ്പർവായിട്ട് തന്നെ ആളിടാറായിട്ട്. സോ ഡെഫിനറ്റ്ലി പുള്ളിക്ക് ആസ് എ ലെഫ്റ്റ് സൈഡ് CB, പുള്ളി നമ്മൾക്കറിയാം 2 ഏഷ്യയിലുള്ള ക്ലബുകൾക്ക് എങ്ങനെ കളിച്ചാൽ നാളെ ചാടി കയറി ലലീഗ മാച്ചിലോ ഒരു ബിഗ് മാച്ചിൽ റയലിന് അഗേൻസ്റ്റോ പുള്ളി സ്റ്റാർട്ടിംഗ് സെന്റർ ബാക്ക് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ള കോൺഫിഡൻസ് തന്നു മറ്റൊന്നും അല്ല പറയുന്നത്. പക്ഷെ ഒരു ഓപ്ഷൻ ആയിട്ട് പുള്ളി ഉണ്ട് എന്നുള്ളത് ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ട്. ഇപ്പൊ ലലീഗയിൽ ഇപ്പൊ അത്യാവശ്യം വരും, അടച്ച ഇനിഗോയ്ക്ക് ഒരു റെസ്റ്റ് കൊടുക്കണം, ക്രിസ്ത്യൻസിന് ഒരു റെസ്റ്റ് കൊടുക്കണം, കുബാർസിക്ക് ഒരു റെസ്റ്റ് കൊടുക്കണം. ഓക്കെ, അവനെ ഒന്ന് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മളെക്കാളും താരതമ്യേന വീക്കർ ആയിട്ടുള്ള സൈഡുകൾക്ക് അഗേൻസ്റ്റ് ആ റിസ്ക് എടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ജെറാർഡ് മാർട്ടിന്റെ റിക്കവറി പേസ് ആസ് എ സെന്റർ ബാക്ക് നമുക്കുള്ള എല്ലാരെക്കാളും ബെറ്റർ ആണ്. സോ പുള്ളി ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കുമ്പോൾ പുള്ളിക്ക് ഉള്ള റിക്കവറി പേസ് ഫോർ എ ലെഫ്റ്റ് ബാക്ക് അല്ല, ഒരു വിങ് ബാക്കിന് വേണ്ട റിക്കവറി പേസ് പുള്ളിക്കില്ല.
പക്ഷെ ഒരു സെന്റർ ബാക്ക് ആയിട്ട് പുള്ളി കളിക്കുമ്പോൾ മേ ബി പുള്ളിക്ക് അത് കവർ ചെയ്യാനായിട്ടുള്ള റിക്കവറി പേസ് ഉണ്ട്. വൺ ഓഫ് ദ ക്വിക്കസ്റ്റ് പ്ലേയേഴ്സ് ആണ്. ഒരു CB ആയിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കുള്ള അതിന്റെ ഗ്ലിംസസ് പുള്ളി തന്നിട്ടുണ്ട്. ആൻഡ് പുള്ളി ഏരിയയിൽ കൂടാണ്, 1-on-1 കൂടാണ്. സോ ഐ തിങ്ക് പുള്ളിനെ അവിടെ യൂസ് ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. കുബാർസി, ക്രിസ്ത്യൻസൺ, ഇനീഗോ, അറോഹോനോടൊന്നും പോകുന്നില്ല. അറോഹോനെ ഞാൻ കൂടുതൽ കുറ്റമൊന്നും പറയുന്നില്ല. അറോഹോനെ ലാസ്റ്റ് മാച്ചിൽ പുള്ളി കുഴപ്പമില്ല എന്നുണ്ട്. FC ഡോഗെന്നാന്ന് തോന്നുന്നു, അവർക്ക് അഗേൻസ്റ്റ് വലിയ കുഴപ്പമില്ല കളിച്ചു. അതിന് മുമ്പത്തെ മാച്ചുകളിൽ ചില ക്രിറ്റിസിസം ഒക്കെ കിട്ടും. പക്ഷെ അത് നമുക്കറിയാം പ്രീ സീസൺ ആണ്. കുബാർസിക്കും മിസ്റ്റേക്സ് വരുന്നത് എല്ലാവരും വരുന്നു. സോ പ്രീ സീസൺ ആണ്. സോ അറോഹോ ഈ സീസൺ പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷയുണ്ട്. പക്ഷെ ആ സ്റ്റാർട്ടിംഗ് CB ആയിട്ട് ഫ്ലിക്ക് ഇപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് 100% ഷുവർ. സോ ജോൺ ഗാർഷ്യ ആസ് എ ഗോൾ കീപ്പർ ഡിഡ് ഓക്കെ. ഷെസ്നി ബാക്കപ്പ് ആയിട്ട് ഓക്കെ. സോ അവിടെ വലിയ തലവേദനയില്ല. അവിടെ നമ്മൾ മിഡ്ഫീൽഡിലോട്ട് കയറുമ്പോൾ വിംഗ് ബാക്സിന്റെ കാര്യം പറയുമ്പോഴേക്കും ജോഫ്രെ ടോറന്റെ ബാൾഡയ്ക്ക് നല്ലൊരു ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കവർ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. പുള്ളിയുടെ ചില ക്രോസുകളൊക്കെ ടോപ്പ് നോച്ച് ആയിരുന്നു. ജസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ടിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ്സ് വരുത്താനുണ്ട്. പക്ഷെ ഗോയിങ് ഫോർവേഡ് എസ്പെഷ്യലി അറ്റാക്കിങ്ങിന്റെ കാര്യത്തിൽ ജെറാർഡ് മാർട്ടിനേക്കാളും മച്ച് ബെറ്റർ ലെഫ്റ്റ് ബാക്ക് ആണ് തന്നിട്ടുണ്ട്. സോ നമ്മൾ പല യങ്സ്റ്റേഴ്സിനെയും ഇതിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതില് ഫസ്റ്റ് ടീമിലോട്ട് എന്തായാലും റെഗുലർലി സ്ക്വാഡിൽ കാണും എന്നുള്ള ഒരു കോൺഫിഡൻസ് തന്ന പ്ലെയർ ജോഫ്രെ ടോറന്റ്. ഐ തിങ്ക് ജോഫ്രെ ടോറന്റ് മിക്കവാറും എല്ലാ മാച്ച് ഡേ വീക്സിലും നമ്മുടെ ബെഞ്ചിൽ കാണും. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് പല മാച്ചുകളിലും എനിക്ക് തോന്നുന്നത് ജെറാർഡ് മാർട്ടിനെ ഒരു സെന്റർ ബാക്ക് ആയിട്ടാണ് ഹാൻസി ഫ്ലിക്ക് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു തോന്നലുണ്ട്. ജോഫ്രെ ടോറന്റ് ആയിരിക്കും ബാൾഡയുടെ ബാക്കപ്പ്. നമുക്കറിയാം ബാൾഡെ ഫുൾ മാച്ചുകളൊന്നും കളിക്കാൻ പോകുന്നില്ല. കൂടാതെ ബാൾഡേനെ നല്ലപോലെ റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ബാൾഡേനെ കൊണ്ട് നെക്സ്റ്റ് സീസൺ നല്ലപോലെ റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അത് ഹാൻസി ഫ്ലിക്ക് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ജോഫ്രെ ടോറന്റെയും എറിക് ഗാർഷ്യയ്ക്കും 2 ഹ്യൂജ് റോൾസ് കളിക്കാനായിട്ടുണ്ട്. സോ അവിടെ നിന്ന് നമ്മൾ നേരെ മിഡ്ഫീൽഡിലോട്ട് കയറുവാണെങ്കിൽ മിഡ്ഫീൽഡിൽ പെഡ്രി, ഡിയോങ് സ്ഥിരമായിരിക്കും. ആൻഡ് ബെർണാലിനെ നമ്മൾ ഈ ടൂർണമെന്റിൽ അധികം യൂസ് ചെയ്തിട്ടില്ല. ബിക്കോസ് പുള്ളിനെ പതുക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. സോ ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്രേക്ക് വരെ ബെർണാലിന് അധികം മിനിറ്റ്സ് കിട്ടുമെന്ന് വലിയ പ്രതീക്ഷ വേണം. ആ സീസൺ ഗോസ് ഓൺ, ഐ എം പ്രിറ്റി ഷുവർ ബെർണാൽ സ്റ്റാർട്ടിങ് വൺ ഓഫ് ദ സ്റ്റാർട്ടിംഗ് 2 മിഡ്ഫീൽഡേഴ്സ് റോളിലോട്ട് പുഷ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയർ. ബെർണാലിന്റെ കാര്യം വിട്ട് കസാഡോ നിൽക്കുവോ പോകുവോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും ഉള്ളത്. പേഴ്സണലി എന്നോട് ചോദിക്കുവാണെങ്കിൽ കസാഡോ നിൽക്കണം. നമ്മൾ കണ്ടതാണ് കസാഡോ കഴിഞ്ഞ മാച്ചിലൊക്കെ ഇറങ്ങിയിട്ട് കൊടുത്ത ഇമ്പാക്ട്. സോ ഡെഫിനറ്റ്ലി ആൻഡ് ഈ സീസണിൽ പലപ്പോഴും നമുക്കറിയാം പെഡ്രി, ഡിയോങ് ഇവരൊക്കെ റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ കസാഡോ പോലത്തെ ഒരു ഓപ്ഷൻ ബെഞ്ചിൽ നിന്ന് ഇറക്കാനായിട്ടുള്ളത് നമ്മളൊക്കെ ഒരു ടൈറ്റിൽ വിന്നിംഗ് ടീം ആക്കുന്ന അതാണ്. കസാഡോ പോലത്തെ പ്രോപ്പർ ഓപ്ഷൻസ് ഓഫ് ദ ബെഞ്ച്. സോ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഒരു പ്ലെയറിനെ സാക്രിഫൈസ് ചെയ്യുവാണെങ്കിൽ അതിനുള്ള എല്ലാ ചാൻസും ഇപ്പൊ കാണുന്ന കസാഡോനാണ്. പേഴ്സണലി കസാഡോയോ ക്രിസ്ത്യൻസോ ലീവ് ചെയ്യുന്ന കാണാൻ ആഗ്രഹമില്ല. ആ കസാഡോ പ്രോപ്പർ ബാക്കപ്പ്, ഇവൻ സ്റ്റാർട്ട് ചെയ്താലും നോ ഇഷ്യൂ, ഈക്വലി ഗുഡ്. പെഡ്രി, ഡിയോങ്ങിനോട്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, രണ്ടുപേരും സൂപ്പറാണ്. പക്ഷെ എടുത്തു പറയേണ്ട നെയിം, എല്ലാവരും ഇംപ്രസ് ചെയ്ത നെയിം ഗ്യാവി ആയിരിക്കും. സോ പലരും ഗ്യാവിയുടെ റോൾ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഹാൻസി ഫ്ലിക്കിന്റെ അണ്ടർ. സോ ഞാൻ പറയാം ലാസ്റ്റ് സീസൺ ആളൊരു ACL ഇഞ്ചുറിയിൽ വരുവാണ്. 1 വർഷത്തിന് മുകളിൽ വെളിയിൽ ഇരുന്നിട്ട് വരുന്ന ഒരു പ്ലെയർ ആണ്. എന്നിട്ട് ലാസ്റ്റ് സീസൺ 2-3 മാച്ചുകളിൽ പുള്ളി കിടിലം പെർഫോമൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ പുള്ളിക്ക് ലാസ്റ്റ് സീസൺ പ്രീ സീസൺ ഇല്ലായിരുന്നു. പുള്ളിക്ക് ടീമിനോടൊപ്പം ഇന്റഗ്രേറ്റ് ചെയ്യണം, ഫിസിക്കലി അഡാപ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഫ്ലിക്കിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ റിയലി ഡിമാൻഡിങ് ആണ്. സോ ACL ഇഞ്ചുറി കഴിഞ്ഞ് വരുന്ന പ്ലെയറിന് ഫ്ലിക്കിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ അഡാപ്റ്റ് ചെയ്യുക എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. സോ ഈ സീസണിൽ ഐ ആം പ്രിറ്റി ഷുവർ ഗ്യാവിയുടെ ബെസ്റ്റ് വേർഷൻ നമ്മൾ കാണാൻ പോവാണ്. ഗ്യാവിയുടെ റോൾ എന്താണെന്ന് ചാവിയുടെ അണ്ടർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തുമാത്രം ഇന്റഗ്രൽ ആയിരുന്നു. ഫസ്റ്റ് ആ മിഡ്ഫീൽഡില് മോസ്റ്റ് ഇമ്പോർട്ടന്റ് നെയിമുകൾ ഒന്നായിരുന്നു അണ്ടർ ചാവി ഹെർണാണ്ടസ്. ഗ്യാവി എന്നുള്ളത് നമുക്കറിയാം. എത്ര ബിഗ് മാച്ചുകൾ, ഈവൻ റയൽ മാഡ്രിഡ് മാച്ചുകളിലൊക്കെ നമ്മള് ചാവിയുടെ അണ്ടർ സെക്കൻഡ് സീസണിലൊക്കെ തോക്കുന്ന മത്സരങ്ങളിലും തലയുയർത്തി പൊക്കോണ്ടിരുന്ന ഒരു പ്ലെയർ ഗ്യാവിയാണ്. സോ അങ്ങനത്തെ ഒരു പ്ലെയർ ആണ്. സോ ഈ സീസൺ ലെറ്റ്സ് വാച്ച് ഹൗ ഹി പ്ലേസ്. ഗ്യാവി ഇപ്പോഴും പറയാണ് ഡബിൾ പിവറ്റിൽ മേ ബി പുള്ളിക്ക് പെഡ്രിയോ ഡിയോങ്ങോ തരുന്ന പോലെ ഗെയിം ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ് 100%. എസ്പെഷ്യലി പുള്ളി ബോൾ, അതായത് വിത്തൗട്ട് ഫേസിംഗ് ദ ഡിഫൻഡേഴ്സ് തിരിഞ്ഞ് നിന്ന് ബോൾ റിസീവ് ചെയ്ത് ടേൺ ചെയ്യുമ്പോഴേക്കും പല സിറ്റുവേഷൻസിൽ ബോൾ ലൂസ് ചെയ്യുന്ന ഒരു ഇത് ലാസ്റ്റ് മാച്ചിനും പുള്ളി കണ്ടു. നമ്മൾ 3-4 തവണ പുള്ളി ആ ഒരു ടേൺ നടത്തുന്നതിനിടയിലൊക്കെ ബോൾ ലൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു ചില മാച്ചുകളിലൊക്കെ. പക്ഷെ പുള്ളിയുടെ ബെസ്റ്റ് റോൾ മേ ബി ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോൾ ആവാം, അത് അഡ്വാൻസ്ഡ് നമ്പർ 8 റോൾ ആവാം. സോ അവിടെ ഡാനി ഓൾമോയും ഫെർമിൻ ലോപ്പസും ഉണ്ട്. സോ ഗ്യാവിയും ഒരു ഓപ്ഷനാണ്. അതല്ല നമുക്ക് പെഡ്രീനെ റൊട്ടേറ്റ് ചെയ്യണം, അല്ലെ ഡിയോങ്ങിനെ റൊട്ടേറ്റ് മാറ്റണം. ഇവർക്കൊരു എന്താ പറയാ ഒരു റിലീഫ് കൊടുക്കണം. സോ ഗ്യാവി ഇപ്പൊ നമ്മുടെ കസാഡോ കാര്യം പറയുന്നത് ഗ്യാവി ഓഫ് ദ ബെഞ്ച് ഇത് എന്താ പറയാ ഭയങ്കര വലിയൊരു അസറ്റ് ആണ്. ലാസ്റ്റ് ഗെയിമിൽ ആള് 2 ഗോൾസ് സ്കോർ ചെയ്തു ഗോയിങ് ഫോർവേഡ്. പുള്ളി പാസ്, പുള്ളി ഓൺ ദ ബോൾ, ഗ്യാവിയുടെ ഓൺ ദ ബോൾ അബിലിറ്റി ഭയങ്കര അണ്ടർ റേറ്റഡ്. എല്ലാവരും പുള്ളി ഒരു അഗ്രസീവ് പ്ലെയർ ആണെന്ന് പറഞ്ഞാൽ അല്ല, പുള്ളി ഓൺ ദ ബോൾ എക്സലന്റ് ആണ്, സൂപ്പർ പ്ലെയർ ആണ്. അത് നമ്മൾ ഈ പ്രീ സീസണിൽ കണ്ടു. സോ ശരിയാണ്, ഇത് നമ്മൾ ലലീഗയിലെ ഒരു വലിയ മാച്ചോ ചാമ്പ്യൻസ് ലീഗ് മാച്ചോ ഒന്നും അല്ല. പക്ഷെ ഗ്യാവി ടീമിലുള്ളത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. ഐ തിങ്ക് പെഡ്രിക്ക് ഒരു ഹ്യൂജ് റിലീഫ് ആയിരിക്കും ഗ്യാവിയുടെ പ്രസൻസ്.
ഐ തിങ്ക് പെഡ്രി ഗ്യാവി റൊട്ടേഷൻ നമ്മൾ മിക്കവാറും പെഡ്രിക്ക് ഒരു റൊട്ടേഷൻ കൊടുക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ അഡ്വാൻസ് റോൾ നമ്പർ 10 റോൾ അല്ലെങ്കിൽ ഗെയിമിൽ ഒരു കെയോട്ടിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ ഗ്യാവി ഇസ് ദ മാൻ. അവർ അഗ്രഷൻ കൊണ്ടുവരും. സോ ഡെഫിനറ്റ്ലി ഗ്യാവി റിയലി ഇംപ്രസ് ചെയ്തു. അതുപോലെ തന്നെയാണ് ഡ്രൂ ഫെർണാണ്ടസ്. ഔട്ട് ഓഫ് സിലബസ് വന്ന ഒരാളായിരുന്നു. എനിക്ക് തോന്നുന്നില്ല പുള്ളി കോൺസ്റ്റന്റ്ലി ആ ഫസ്റ്റ് ടീമിൽ രജിസ്റ്റേർഡ് ആവത്തില്ലെന്നാണ് ഇരിക്കുന്നത്. ബാർസ അത്ലറ്റിയിലോട്ടായിരിക്കും പോവുക. കൂടാതെ പുള്ളി എല്ലാ മാച്ച് ഡേ വീക്സിലും സ്ക്വാഡിൽ ഉണ്ടാകുന്ന ഒരു പ്ലെയർ ആയിരിക്കത്തില്ല. എനിക്ക് പുള്ളിനെ പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ലീഗയിലോ അല്ലെ ചെറിയ ചെറിയ ഏതെങ്കിലുമൊക്കെ മാച്ചുകളിലോ മേ ബി ചാമ്പ്യൻസ് ലീഗിൽ ഇടയ്ക്ക് വല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു 5-10 മിനിറ്റ് കിട്ടുമായിരിക്കും. അങ്ങനത്തെ ഒരു പ്ലെയർ ആയിരിക്കും ഡ്രൂ. അല്ലാതെ റെഗുലർലി സ്ക്വാഡിൽ കാണുമെന്ന് തോന്നുന്നില്ല. സ്റ്റിൽ ഡെവലപ്പ് ചെയ്യാനുണ്ട്. പക്ഷെ നല്ല ഗ്ലിംസസ് തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഫസ്റ്റ് ടീം പ്ലെയർ ആണെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെയാണ് ടോണി ഫെർണാണ്ടസ്, ഗൂളി ഫെർണാണ്ടസ്. ഇതിൽ ഗൂളി ഫെർണാണ്ടസ് ലുക്സ് ഗുഡ്, റിയലി ഗുഡ്. ഗൂളി ഫെർണാണ്ടസിന്റെ പ്രീ സീസൺ ഗുഡ് മിനിറ്റ്സ് കിട്ടിയപ്പം പുള്ളി ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. മേ ബി കുറച്ചുകൂടെ ഫിസിക്കലി ഹീസ് ഫസ്റ്റ് ടീമിലേക്ക് റെഡി ആണെന്നുള്ള സിറ്റുവേഷൻസ് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടോണി ഫെർണാണ്ടസും ഇപ്പം ഈ ഡ്രൂവിന്റെ കാര്യം പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി ഇംപ്രസ് ചെയ്തൊരു പ്ലെയർ തന്നെയാണ്. ടോണി ഫെർണാണ്ടസ് നമ്മൾ കഴിഞ്ഞ കളി കണ്ടു, പുള്ളിനെയാണ് ലെഫ്റ്റിലിട്ടത്. റാഷ്വുഡ് വന്നപ്പോൾ റാഷ്വുഡ് സെന്റർ ഫോർവേഡ്, പുള്ളിനെ ലെഫ്റ്റ് വിങ്ങിൽ ഇടുമായിരുന്നു. ഡാനി ഓൾമോയി ഇറങ്ങുന്നുണ്ട്. സോ അവർക്കിടയിലുള്ള കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. സോ ടോണിയുടെ എനർജി, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ പ്ലേയേഴ്സ് ഒക്കെ എടുത്ത് കളയായിരുന്നു. സോ ഈ സീസൺ ഡെഫിനറ്റ്ലി നമുക്ക് സ്റ്റാർട്ടർ ആവുമെന്നോ എല്ലാ മാച്ചിലും കളിക്കുമെന്നോ അല്ല, പക്ഷെ ഒരു നല്ല ഓപ്ഷൻ ഓഫ് ദ ബെഞ്ച് ആയിരിക്കും. മിക്കവാറും സെക്കൻഡ് ടീമിൽ ബാർസ അത്ലറ്റിൽ തന്നെ ആയിരിക്കും നിൽക്കുക. പക്ഷെ ഫസ്റ്റ് ടീമിൽ മിക്ക മാച്ചുകളിൽ അവസരം കിട്ടാൻ സാധ്യതയുള്ള മാച്ച് സ്ക്വാഡിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ആയിട്ട് ടോണി ഫെർണാണ്ടസ് തോന്നുന്നുണ്ട്. ഗൂളി മിക്കവാറും ഒരു ലോൺ മൂവ് നടത്തുന്നതായിരിക്കും നല്ലതെന്നൊരു ഫീൽ ഉണ്ട്. മേ ബി ഗൂലി ഫെർണാണ്ടസ് ഒരു ലോൺ മൂവ് നടത്താനുള്ള സാധ്യത ഞാൻ കൂടുതൽ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പം എടുത്തു പറയേണ്ട കാര്യമാണ്, ഇപ്പം ടോണി ഗൂലിയുടെ കാര്യം പറഞ്ഞപ്പം ടോണി ഫെർണാണ്ടസ് ഓർ റൂണി ബാർഗി എന്ന് പറയുന്ന ഒരു ഡിബേറ്റ് ഇപ്പൊ നമ്മുടെ ഫാൻ ബേസിന്റെ ഇടയിൽ കാണുകയുണ്ടായി. റൂണി ബാർഗിയുടെ ഒരു കാര്യം പറയട്ടെ, പുള്ളി ബാർസലോണയ്ക്ക് വേണ്ടി ഇതിനു മുമ്പ് ഒരു കളി പോലും കളിച്ചിട്ടില്ല. പക്ഷെ പുള്ളി ആ പിച്ചിൽ ഇറങ്ങിയതിനു ശേഷം ഓൾമോസ്റ്റ് കുറെ മാച്ചുകളായിട്ട് ഇവരോടൊപ്പം കളിക്കുന്ന പോലെയാണ് കളിക്കുന്നത്. അതായത് ടീംമേറ്റ്സിനിടെ നല്ല എനർജി പ്രൊവൈഡ് ചെയ്യുന്നു, ഓൺ ദ ബോൾ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് എടുക്കുന്നു, നല്ലൊരു കെമിസ്ട്രി ഉണ്ട്. ഈവൻ ടൈറ്റ് സ്പേസസിൽ ഹി വാസ് കോൺഫിഡന്റ്. പലപ്പോഴും ടൈറ്റ് സ്പേസസ് പുള്ളി പ്രോപ്പറായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈവൻ യമാലിന് ഒരു റെസ്റ്റ് കൊടുക്കണം, അല്ലെ യമാലും പിച്ചിലുണ്ട്. നമുക്കൊരു നമ്പർ 10 കുറച്ചുകൂടെ ടൈറ്റ് സ്പേസസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു നമ്പർ 10 വേണം. റൂണി ബാർഗിനെ ഇറക്കിവിടാം, അല്ലെ റൈറ്റ് നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇപ്പം വേണം. യമാലിന് റെസ്റ്റ് കൊടുക്കണം, റൂണി ബാർഗിനെ ഇറക്കിവിടാം. പുള്ളി യമാലിന് അത്ര ഔട്ട്പുട്ട് കൊടുക്കുന്നോ മറ്റോ ഒന്നുമല്ല, പക്ഷെ പുള്ളി കോൺഫിഡന്റ് ആണ്. ഏറ്റവും കൂടുതൽ പ്ലെയറിന് വേണ്ട കോൺഫിഡൻസ് ആണ്. അത് റൂണി ബാർഗിക്ക് ഉണ്ടെന്നുള്ള ഒരു ഗ്ലിംസ് വന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് ഹി വിൽ ബി രജിസ്റ്റേർഡ് ഇൻ ദ ഫസ്റ്റ് ടീം എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. റെഗുലർലി മിനിറ്റ്സ് ഓഫ് ദ ബെഞ്ച് കിട്ടാനോ അല്ലെ ചില മാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ സാധ്യതയുള്ള എല്ലാ പ്ലെയറായിട്ടും റൂണി ബാർഗിനെ കാണുന്നത്. സോ ടോണി ഫെർണാണ്ടസ് ആൻഡ് റൂണി ബാർഗി രണ്ടുപേരും ടീമിൽ കാണും. അതിൽ എനിക്ക് തോന്നുന്നു ടോണി ഫെർണാണ്ടസിനെക്കാളും ഡെഫിനറ്റ്ലി മിനിറ്റ്സ് കിട്ടാൻ സാധ്യത റൂണി ബാർഗിക്ക് തന്നെയാണോ എന്നാണ് ഇപ്പോൾ ഒരു ഫീൽ ഉള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ റാഷിക്കുട്ടൻ വിത്തൗട്ട് എ ഡൗട്ട് ഇംപ്രസ് ചെയ്യുക തന്നെ ചെയ്തു. മേ ബി ചിലര് കുറ്റമായിട്ട് ലാസ്റ്റ് മാച്ചിലോ അല്ല അതിന് മുമ്പത്തെ മാച്ചിലോ ഒക്കെ ചിലപ്പോൾ ഓഫ് ദ ബോൾ കുറച്ചുകൂടെ വർക്ക് ലോഡ് എടുക്കാം എന്നുള്ളൊരു ഒപ്പീനിയൻ പറയുന്നത് കേട്ടു. മേ ബി യെസ്, പക്ഷെ നമ്മൾ പ്രീ സീസൺ ആണ്, പുള്ളിക്കും പുതിയ സിസ്റ്ററോട് അഡാപ്റ്റ് ചെയ്യണം. പെട്ടെന്ന് ഒരു ന്യൂ സിസ്റ്റർ വരുമ്പോൾ ഈസി അല്ല. സോ ഒഫൻസീവ്ലി പുള്ളി കോൺട്രിബ്യൂഷൻ കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഡിഫെൻസീവ്ലി എന്തുമാത്രം കൊടുക്കും, എന്തുമാത്രം പുള്ളി ഡിറ്റർമൈൻഡ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ പ്രീ സീസണിലെ പുള്ളിയുടെ ഇത് കണ്ടിട്ട് ആ ഒരു ഈഗോ ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഹീനോസ് ഹീസ് നോട്ട് ദാറ്റ് മെയിൻ മാൻ. ഇവൻ യമാലുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ നമ്മൾ കണ്ടു. ഹീനോസ് യമാലാണ് ഇപ്പൊ ഈ ടീമിലെ മെയിൻ മാൻ. യമാൽ, ലെവൻഡോസ്കി, പെഡ്രി, ഈവൻ ഡിയോങ്, റാഫീന, ഇവരൊക്കെ സൂപ്പർ സ്റ്റാറുകളാണ് ഇവിടെ. സോ ഞാനല്ല മെയിൻ മാൻ എന്ന് പുള്ളിക്ക് അറിയാം. സോ ഡെഫിനറ്റ്ലി പുള്ളിക്ക് അറിയാം ഈ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് റാഷ്ഫോർഡിന് പ്രോബബ്ലി ഒരു ബിഗ് ക്ലബിൽ കളിക്കാനായിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി ഹി ഹാസ് ടു ടേക്ക് ദ ഓപ്പർച്യൂണിറ്റി. ബാർസലോണയ്ക്ക് 35 മില്യൺ റിലീസ് ക്ലോസ് എക്സിക്യൂട്ട് ചെയ്യാൻ തന്നെയായിരിക്കും അവന്റെ ആഗ്രഹം. പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഫ്ലിക്കിനെ ഇംപ്രസ് ചെയ്യണം. അല്ലെ ഇപ്പം ടോണി ഫെർണാണ്ടസും റൂണി ബാർഗിയുടെ ഒക്കെ പെർഫോമൻസ് അവനും കണ്ടിട്ടുണ്ട്, റാഷ്ഫോർഡും കണ്ടിട്ടുണ്ട്. ഇവര് റിയലി ഇംപ്രസീവ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് യങ്സ്റ്റേഴ്സ് ആണ്. റാഷ്ഫോർഡ് ഒഫൻസീവ്ലി സൂപ്പർവാണ് എല്ലാണെന്ന് പറഞ്ഞാല് ഇവരുടെ വർക്ക് ലോഡും ഡിറ്റർമിനേഷനും കാണുമ്പോൾ ഫ്ലിക്ക് അതിലോട്ട് കൂടുതൽ ഇംപ്രസ് ആവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഓക്കെ, സോ ഫ്ലിക്കിന്റെ കാര്യത്തിൽ നമുക്കറിയാം പുള്ളിക്ക് വർക്ക് റേറ്റ് അമ്മാതിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ റാഷ്ഫോർഡ് എന്തുമാത്രം വർക്ക് റേറ്റ് എടുത്ത് ഫ്ലിക്കിനെയും ടീമിനെയും ഇംപ്രസ് ചെയ്യും എന്ന് നമുക്ക് കണ്ടു നോക്കാം. ഐ തിങ്ക് പോസിറ്റീവ് ആണ് കാര്യങ്ങൾ. സോ ഓവറോൾ ഹാപ്പി. ആൻഡ് ഫെറാൻ ടോറസിന്റെ പെർഫോമൻസ് സെറ്റ് അഗൈൻ മാൻ. പുള്ളി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വരുവാണ്, അപ്പന്റെ സൈഡീസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വരുവാണ്. എന്നിട്ട് പുള്ളി പ്രീ സീസണിൽ കൊടുത്ത ഇന്റൻസിറ്റി ഒക്കെ കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ഐ തിങ്ക് ഈ സീസൺ മിക്കവാറും നമ്മുടെ സ്റ്റാർട്ടിങ് സെന്റർ ഫോർവേഡായി മാറാനുള്ള എല്ലാ സാധ്യതയും ഫെറാൻ ടോറസിൽ കാണുന്നുണ്ട്. അങ്ങനെ റിപ്പോർട്ടുകളും വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ഈ സ്ക്വാഡിനെ കുറിച്ച് പറയാനുള്ളത്?
ഇംപ്രൂവ്മെന്റ്സ് വേണമെന്ന് ചോദിച്ചാൽ മേ ബി ഒരു ഫുൾ ബാക്കിനെ സൈൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. മേ ബി ഡിഫൻസിൽ ജെറാർഡ് മാർട്ടിൻ വന്നതല്ലാണ്, പക്ഷെ ജെറാർഡ് മാർട്ടിൻ CB ആയിട്ട് കവർ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മേ ബി ഒരു CB ഉള്ളത് നല്ലതായിരിക്കും. പക്ഷെ എന്നാലും ഇപ്പൊ നമ്മുടെ സിറ്റുവേഷൻ ഇതാണ്. സോ ഇനി ക്ലബിൽ നിന്ന് ഔട്ട് ഗോയിങ്സ് ഒന്നും വേണ്ട. മേ ബി ഹെക്ടർ ഫോർട്ടും ഗൂളി ഫെർണാണ്ടസോ, ടോണിയുടെ പേരും കേൾക്കുന്നുണ്ട്, ഇവരാരെങ്കിലും ഒക്കെ ലോണിന് പോവാണേ ഓക്കെ. അല്ലാതെ ഇപ്പൊ കസാഡോ പോലത്തെ നെയിംസ് ഒന്നും സെൽ ആവാതിരുന്ന അത്രയും നല്ലത്. പിന്നെ ഫെർമിനും ഡാനിയോളും പ്രട്ടി ഷുവർ അവിടെ നമ്പർ 10 റോൾ സെക്യൂർഡ് ആണ്. ഇവർ രണ്ടുപേരും കൂടെ അവിടെ പൊളിച്ചിരിക്കും. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. കൂടെ ഗ്യാവിയും കൂടെ ഉണ്ട് കോമ്പറ്റീഷൻ കൊടുക്കാൻ ആ റോളിലേക്ക്. റൂണി ബാർഗിക്കും അവിടെ കളിക്കാം. സോ എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ അബൌട്ട് ദിസ് ബാർസലോണ ടീം ആൻഡ് പ്രീ സീസൺ വിൻഡോ ഇയറിലോട്ട് പോകുമ്പോൾ ഒപ്പീനിയൻ എന്താന്ന് പറയാ? കാരണം ഞാൻ പ്രീ സീസണിൽ ഏറ്റവും ഈഗർലി നോക്കി നിന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന സൈഡ് ബാർസയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതിനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ പ്രീ സീസണിൽ എല്ലാ മാച്ചും ഫോളോ ചെയ്ത ഒരേ ഒരു സൈഡ് ബാർസയാണ്. ബാക്കി എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുണ്ട്. സോ ഈ വീക്കിൽ കുറെ ഇൻട്രസ്റ്റിംഗ് പ്രീ സീസൺ മാച്ചുകൾ, ഫ്രണ്ട്ലീസ് നടക്കുന്നുണ്ട്. സോ നമ്മൾ കൂടുതൽ ഫോളോ അപ്പ് ചെയ്യാം. ഓരോ ക്ലബ്ബുകളെ കുറിച്ചുള്ള ഓരോ ഒപ്പീനിയൻ പറയണമെന്നുണ്ട്. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട 3 മാച്ച് ഇരുന്ന് കണ്ട ബാർസയുടെ മാച്ചിനെ കുറിച്ച് പറയാമെന്നുള്ളൂ. ഞാൻ ആ കഴിഞ്ഞ ദിവസത്തെ മാച്ച് ഇന്നലെ ഇരുന്നാണ് കണ്ട് തീർത്തത്. സോ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഇടാന്നോർത്ത്. ഞാൻ ആ മാച്ച് ലൈവ് കണ്ടില്ല. പിന്നീട് ബാർസയുടെ യൂട്യൂബ് ചാനൽ ഫുള്ള് കിടപ്പുണ്ടല്ലോ, അതിരുന്ന് കാണുമായിരുന്നു. സോ എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ.